ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ രാവിലെയുള്ള തിരുവചന ധ്യാനത്തിന് വേണ്ടി യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യം വായിക്കുന്നു. യോശുവ 10:13. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. പ്രിയരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു അധ്യായമാണ് യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം നാം വായിക്കുമ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ ഹായി പട്ടണം പിടിക്കേണ്ടതിന് പുറപ്പെടുകയാണ്. വലിയ യുദ്ധം ഹായി പട്ടണം പിടിച്ചടക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തിന് നേരെ ഉണ്ടാകുവാനിടയായി തീർന്നു. ആമേൻ. ചില നന്മകൾ, ചില വിടുതലുകൾ, ചില അത്ഭുതങ്ങൾ പ്രാപിക്കുന്നതിന് മുൻപ് വലിയ യുദ്ധങ്ങളിലേക്ക് ചിലർ പോകേണ്ടി വരും. വലിയ പോരാട്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ രാവിലെ ഞാൻ പറയാം, വലിയ പോരാട്ടമുണ്ടോ, ജയവും വലിയതാണ്. വലിയ യുദ്ധങ്ങളുണ്ടോ, അതിൻ്റെ അപ്പുറമുള്ള വിടുതലുകളും വലുതാണ്. നിങ്ങൾക്കറിയാമോ, ഒരു മാനുഷികമായ ഇടപെടലിലൂടെ അല്ല ഹായി പട്ടണം പിടിച്ചടക്കേണ്ടതിന് ദൈവജനത്തിന് കഴിഞ്ഞത്. 10-ാം അധ്യായം വായിച്ചാൽ അറിയാം, ദൈവജനം തോറ്റുപോകാതിരിക്കേണ്ടതിന്, അവർ പരാജയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, ആമേൻ, ദൈവം ഈ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തു എന്ന് തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ഇന്ന് രാവിലെ തിരിച്ചറിയുക, തൻ്റെ ജനത്തിനു വേണ്ടി പോരാട്ടങ്ങളിൽ കൂടെ ഇരുന്ന് അവരെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും വഴി തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹാദൈവമുണ്ടെന്ന് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളിലൂടെ, വലിയ ശോധനകളിലൂടെ, വലിയ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യൻ കൈവിട്ടു പോകും. കൂടെയുള്ളവർ ഓടിമറയും, ബന്ധുക്കളും സ്നേഹിതരുമെല്ലാം അകന്നു മാറും. എന്നാൽ എത്ര വലിയ പോരാട്ടമുണ്ടെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടതിന് മഹാദൈവം വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ വാക്യം, 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിൽക്കുവാനിടയായി തീർന്നു. എന്തിന്? താഴ്വരയിൽ യുദ്ധം ചെയ്യുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും നന്മയും പ്രാപിക്കേണ്ടതിന്. ഈ പ്രഭാതത്തിൽ പ്രതികൂലങ്ങളിലൂടെ, യുദ്ധങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കേൾക്കുക, ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. അവിടെ എഴുതിയിരിക്കുന്നത്, അതിന് മുൻപും പിൻപും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്തത് ഹായി പട്ടണത്തിന്റെ നേരെ യുദ്ധത്തിന് ചെല്ലുമ്പോൾ, ആമേൻ, ദൈവത്താൽ നടക്കുവാനിടയായി തീർന്നു. ഞാൻ അവിടെ നിർത്തി ഒരാലോചന പറയാം. ഇന്നുവരെ നടന്നിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ, മറ്റുള്ളവർ അത്ഭുതപ്പെടുമാറ്, ചുറ്റുപാട് അതിശയിക്കപ്പെടുമാറ്, ദൈവത്തിന്റെ വലിയ ഇടപെടലുകളും ദൈവത്തിന്റെ കരുണയും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുന്ന ആത്മപ്രവർത്തിയുടെ പകലായി തീരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്ന ദിവസമായിരുന്നു ഹായി പട്ടണത്തിലെ പോരാട്ടം. അങ്ങനെയാണെങ്കിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ, അസാധാരണമായ അത്ഭുതങ്ങൾ, അസാധാരണമായ ദൈവിക ഇടപെടലുകൾ ദൈവജനത്തിനു വേണ്ടി യുദ്ധമുഖത്ത് വെളിപ്പെടുവാനിടയായി തീരും. പ്രിയരെ, ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടി പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ? കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ? പോരാട്ടം വലുതാണെങ്കിൽ
വിജയവും വലുതാണ്. യുദ്ധം വലുതാണെങ്കിൽ അത്ഭുതവും ദൈവപ്രവൃത്തിയും വലുതാണ്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പറയാം, വിടുവിക്കുവാൻ, സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ, ആമേൻ, കരുത്തുള്ള ദൈവത്തിന്റെ കരം ദൈവജനത്തിന് വേണ്ടി വെളിപ്പെടുന്ന ദിവസങ്ങളായി തീരട്ടെ. ആമേൻ. ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഈ പട്ടണത്തെ അവകാശമാക്കേണ്ടതിന് ദൈവം തന്റെ ജനത്തിന്റെ കരങ്ങളെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. ആമേൻ. എത്ര വലിയ പ്രതികൂലങ്ങളും, എത്ര വലിയ പ്രതിസന്ധികളും, എത്ര വലിയ ശത്രുവും മുൻപിൽ തലപൊക്കി ഉയർന്നാലും അതിൻ്റെ നടുവിൽ എളിയവന് ജയം തരുവാൻ, സാധാരണക്കാരന് ജയം തരുവാൻ കൂടെയിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ പ്രഭാതത്തിൽ വെളിപ്പെടട്ടെ. നിശ്ചയമായിട്ടും ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന, ആമേൻ, ശത്രു ഓടി ഒളിക്കുന്ന ദുഷ്ടന്റെ തീയമ്പുകൾ നിർവീര്യമായി മാറുന്ന, ദൈവ കൃപയുടെ വലിയ വ്യാപാരം നടക്കുവാനായി പോകുന്ന നല്ല മിനിറ്റുകളായി തീരട്ടെ. വിശ്വസിക്കുവാൻ കഴിയുമോ? ഈ പകൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നമ്മുടെ ദൈവം ഇറങ്ങി വരുന്ന മണിക്കൂറുകളായിരിക്കും. നമ്മുടെ ഭാരമേറിയ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുവാൻ, ശത്രുവിന്റെ ശക്തിയെ കീഴടക്കിക്കൊണ്ട് ഒരു വലിയ വിടുതൽ ദൈവജനം ഹായി പട്ടണം പിടിച്ചടക്കിയതുപോലെ ചിലത് അവകാശമാക്കുവാൻ, പിടിച്ചടക്കുവാൻ ദൈവം ചില കരങ്ങളെ ബലപ്പെടുത്തുന്ന, ചില കണ്ണുകളെ തുറക്കുന്ന, ആത്മശക്തി ചിലരിലേക്ക് പ്രദാനം ചെയ്യുന്ന ദൈവ പ്രവൃത്തിയുടെ ഒരു നല്ല പ്രഭാതമാക്കി ഈ പകൽ ദൈവം മാറ്റുവാനായി പോകുന്നു. നിങ്ങൾക്കറിയാമോ, ഹായിയിലെ രാജാവ് ശക്തനായിരുന്നെങ്കിലും ഇസ്രായേൽ ജനത്തെ അതിനകത്തേക്ക് കടക്കുവാൻ അനുവദിക്കാതെ എതിർത്തു നിന്നെങ്കിലും ദൈവം തന്റെ ബലമുള്ള കരം അവർക്ക് അനുകൂലമായി നീട്ടിയതുകൊണ്ട്, ആമേൻ, അസാധാരണമായ വീര്യപ്രവൃത്തികളിലൂടെ വലിയ ജയം പ്രാപിക്കുവാനിടയായി തീർന്നു. ഇതൊരു ജയത്തിന്റെ, വിടുതലിന്റെ, അത്ഭുതത്തിന്റെ പ്രഭാതമായി തീരട്ടെ. പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വലിയ ദൈവപ്രവർത്തികൾ ചിലത് പിടിച്ചെടുക്കുവാൻ, ചിലത് അവകാശമാക്കുവാൻ ദൈവം സകലരെയും സഹായിക്കും. പൊന്നുകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.